ഇത് കണ്ട, ഇതാണ് ബീട്രൂട്ട് ലഡു. ഇതെങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയെന്നുള്ളത് പറഞ്ഞു തരാം. ഇതിനാവശ്യമായ സാധനങ്ങളാണ് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത്. ഒരു വലിയ ബീട്രൂട്ട് തന്നെ എടുത്തിട്ടുണ്ട്. അത് തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് വെച്ചതാണ്. പിന്നെ അല്പം പാലെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് അതിൽ നിന്ന് എടുക്കാം. അതേപോലെ ഗീ ഏതെങ്കിലും ഒരു ഗീ എടുക്കുക. പിന്നെ റവ എത്രയെന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് എടുക്കാം. മധുരത്തിന് ആവശ്യമായ ഷുഗറും. അപ്പോൾ ആവശ്യമായ സാധനങ്ങളൊക്കെ കണ്ടില്ലേ. ഇനി നമുക്ക് ലഡു ഉണ്ടാക്കുന്നത് കാണാം. ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ തൊലി കളഞ്ഞ് കട്ട് ചെയ്ത് വെച്ച ബീട്രൂട്ട് ഉണ്ടല്ലോ, അതിനൊന്ന് അരച്ചെടുത്തുകൊണ്ട് അതിൻ്റെ ജ്യൂസ് വേർതിരിക്കുക. അപ്പോൾ ഞാൻ ഈ കട്ട് ചെയ്ത ബീട്രൂട്ടിനൊക്കെ ഈ മിക്സിൻ്റെ ജാറിലിട്ടിട്ടുണ്ട്. അതിലേക്ക് അല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ബീട്രൂട്ടിനൊന്ന് അരച്ചിട്ട് വരാം. അപ്പോൾ അത് നമ്മളെ ബീട്രൂട്ടിനെ അരച്ചെടുത്തിട്ടുണ്ട്. എന്താ ഭംഗിയല്ല കാണാൻ. ഇനി നമുക്ക് അരിപ്പ വെച്ചിട്ട് ഇതിൻ്റെ ജ്യൂസ് വേർതിരിച്ചെടുക്കാം. അങ്ങനെ ഇത് നമ്മളെ ബീട്രൂട്ട് ജ്യൂസ് ഇവിടെ റെഡി ആയിക്കണം കേട്ടോ. അപ്പം ഇനി നമുക്ക് ലഡു ഉണ്ടാക്കി തുടങ്ങാം. അതിനാദ്യം ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തേക്കണം കേട്ടോ. പാന് നല്ല ചൂടായതിൻ്റെ ശേഷമാണ് അതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുത്തേക്കണത്. എന്നിട്ട് അതിലേക്ക് റവ ചേർത്ത് കൊടുത്തിട്ട് റവ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത്രയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുത്ത് വെച്ച ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ഉണ്ടല്ലോ, അതും കൂടെ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. നല്ലോണം മിക്സ് ചെയ്തതിൻ്റെ ശേഷം അതിലേക്ക് ആവശ്യമായ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ 2 കപ്പ് പഞ്ചസാര ചേർത്തേക്കണ്. നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടും കുറക്കുകയൊക്കെ ചെയ്യാം. അടുത്തത് ഇതിലേക്ക് പാലാണ് ചേർക്കേണ്ടത്. കൂടുതൽ ഒഴിക്കണ്ട കേട്ടോ, കുറേശ്ശെ ചേർത്തിട്ട് നല്ല മിക്സ് ചെയ്തെടുക്കുക. നല്ലോണം ഇളക്കിയിട്ട് ഇത് ഈ ചട്ടിയിൽ നിന്ന് വിട്ട് പോരുന്ന ഇതേ പരുവത്തിലാവുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യട്ടോ. ഇനിയാണ് നമുക്ക് ലഡു ബോൾസാക്കി എടുക്കേണ്ടത്. അപ്പോൾ അത് വേറൊരു ബൗൾക്ക് മാറ്റി കൊടുത്തേക്കണം ഞാൻ. എന്നിട്ട് ഈ ചൂടോട് കൂടി തന്നെ നമുക്ക് അതിനെ ബോൾസാക്കിയിട്ട് എടുക്കാം. അങ്ങനെ ഓരോ ബോൾസാക്കി എടുക്കുക. പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മളെ കയ്യിൽ എന്തെങ്കിലും നട്സ് ഉണ്ടെങ്കിൽ അത് ഓരോന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളെ കളർഫുൾ ലഡു ഇവിടെ റെഡി ആയിക്കണം കേട്ടോ. ഞാനിവിടെ നട്സായി എടുത്തിരിക്കുന്നത് അണ്ടിപ്പരിപ്പ്, മുന്തിരി, വെളുത്ത എള്ളൊക്കെയാണ് കേട്ടോ. അതിലേക്ക് ഏറ്റവും ഇഷ്ടമായത് ഈ വെളുത്ത എള്ള് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. നല്ല ഭംഗിയില്ല കാണാൻ. അപ്പോൾ ആരെങ്കിലും ഇതേപോലെ ബീട്രൂട്ട് ലഡു ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കി അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കട്ടോ.